നിതിൻ, നേരത്തെ തന്നെ ഈ യുവതി പരാതി മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് പരാതി നൽകിയ സമയത്ത് വർക്കിംഗ് കമ്മിറ്റി അംഗവും കേരളത്തിന് ചുമതലയുമുള്ള നേതാവായ ദീപാദാസ് മുൻഷിയുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. എന്തുകൊണ്ട് ഈ പരാതി വൈകിയെന്ന് മറ്റുമായിരുന്നു ആ ചോദ്യം. യുവതി ഈ പരാതി നൽകാൻ വൈകിയതിനെ യുവതിയെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലായിരുന്നു പ്രതികരണം അന്ന് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് വന്നത്. ഒരുപക്ഷെ ഈ സാഹചര്യങ്ങളൊക്കെ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ലാഘവത്തോടെയുള്ള അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന തരത്തിൽ പരാതിക്കാരിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ കൂടിയാവില്ലേ മുതിർന്ന നേതൃത്വത്തിന് അല്ലെങ്കിൽ ദേശീയ നേതൃത്വത്തിന്, അത് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും തന്നെ ഈ ഇമെയിൽ അയക്കുന്നതിലേക്ക്, ഈ വിവരങ്ങൾ അറിയിക്കുന്നതിലേക്ക്, ശ്രദ്ധയിൽപ്പെടുത്തുന്നതിലേക്ക് യുവതിയെ പ്രേരിപ്പിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ അതിന് പിന്നാലെ തന്നെ പല നേതാക്കളും പ്രതികരിച്ചത് ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ പാർട്ടിയുടെ മുൻവശത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യാതൊരു പരാതിയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഈ പരാതിയിൽ ചില സംശയങ്ങൾ ഉന്നയിച്ച് നേതാക്കളടക്കം രംഗത്ത് വന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പാർട്ടി നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇത്തരമൊരു ദുരനുഭവം നേരിട്ട ആളുകൾ സമൂഹത്തിലുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ പരാതിയിൽ വിശദമായി തന്നെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഈ പരാതിയിൽ കൃത്യമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാം വഴി ആദ്യം ബന്ധം സ്ഥാപിച്ചു, അതിനുശേഷം ടെലഗ്രാം വഴി പിന്നീട് ബന്ധം സ്ഥാപിച്ചു, പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഗുരുതര സ്വഭാവമുള്ളൊരു പരാതിയെ തന്നെ ഇതിനെ കണക്കാക്കാം. മാത്രമല്ല, പാർട്ടി വേദികളിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ വിലക്കണം എന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ചും തന്റെ ഐഡന്റിറ്റി പുറത്തുവിട്ടാൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നടക്കുന്ന പോലെ തന്നെ, കാരണം അതിജീവിതം നേരിടുന്ന വലിയ സൈബർ ആക്രമണമാണ്, അത്തരമൊരു സൈബർ ആക്രമണം നേരിടുമെന്ന ആശങ്കയുണ്ട്. മാത്രമല്ല, തന്റെ ജീവന് പോലും ഭീഷണി ഉണ്ടെന്ന ഒരു പരാതിയാണ്, അത്തരമൊരു ആശങ്കയാണ് ഈ പരാതിയിൽ ഈ യുവതി മുന്നോട്ട് വയ്ക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ക്രൈംബ്രാഞ്ചിനെ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. താൻ നേരിട്ട ദുരനുഭവം അടക്കമുള്ള കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് വിശദീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, നേരത്തെ അതായത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ആരോപണം ഉന്നയിച്ച യുവതി മുൻപോട്ട് വരുമ്പോൾ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. തനിക്ക് ചുറ്റിലും മറ്റ് യുവതികളും ഇത്തരത്തിൽ ദുരനുഭവം നേരിട്ട കാര്യം തനിക്ക് അറിയാമെന്നൊരു കാര്യം ഈ പരാതി ഉന്നയിച്ച യുവതി പറഞ്ഞിരുന്നു. സമാനമായ ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു പരാതിയുമായി താൻ ഔദ്യോഗിക സ്വഭാവത്തിൽ പരാതിയുമായി താൻ രംഗത്ത് വരാൻ കാരണമെന്നാണ് ഇപ്പോൾ സണ്ണി ജോസഫിനും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കും അയച്ച കത്തിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതിൽ കോൺഗ്രസ് നേതൃത്വം ഇനി മറുപടി പറയേണ്ടി വരും. സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്ത് നടപടി പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും സ്വീകരിക്കുമെന്നുള്ളതാണ്. കാരണം സസ്പെൻഷൻ നേരിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ പല ഘട്ടങ്ങളിലും കോൺഗ്രസിന്റെ വേദികളിലും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിന് വേണ്ടി വോട്ട് പിടിക്കാൻ രംഗത്തുണ്ടായിരുന്നു. മാത്രമല്ല, സജീവമായി തന്നെ വേദികൾ പങ്കിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പാലക്കാട്ടെ കോൺഗ്രസ് നേതൃത്വം അതിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അന്നൊക്കെ പറഞ്ഞത് പാർട്ടി നേതൃത്വം മുമ്പാകെ തന്നെ പരാതി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ KPC അധ്യക്ഷൻ മുമ്പാകെ പരാതി ലഭിച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും മുമ്പാകെ പരാതി ലഭിച്ചിരുന്നു. ഇനി കോൺഗ്രസ് നേതൃത്വം ഇതിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.